സോഫകളിലും ഇരുന്നു കൊണ്ട് റീൽസുകളിൽ നിന്ന് റീൽസുകളിലേക്ക് മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിറ്റുകളും മണിക്കൂറുകളും ശരവേഗത്തിൽ കടന്നു പോകുന്നത് അവരറിയുന്നില്ല. 30 സെക്കൻഡും 45 സെക്കൻഡുള്ള റീൽസുകൾ 100, 200, 300 ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ചിലപ്പോ ഞാൻ ഫോണിലാണ് എന്ന ഓർമ്മ വരെ മനുഷ്യന്മാർക്ക് വരിക. ആ രീതിയിൽ സമയ ദുർവ്യയം വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു 1.5 മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതും പരലോകത്തെ കുറിച്ച് പറയുന്നതും സ്വർഗത്തെ കുറിച്ച് പറയുന്നതും നരകത്തെ കുറിച്ച് പറയുന്നതുമെല്ലാം കേൾക്കാൻ വന്നിരിക്കാനുള്ള മനസ്സ് അള്ളാഹു ഈ കാലഘട്ടത്തിൽ നിലനിർത്തി തരിക എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ വലിയ ഭാഗ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. നല്ല ഉദ്ദേശത്തോടെ ഇത്തരം സദസ്സുകളിൽ എപ്പോഴും വന്നിരിക്കാനുള്ള ആ മനസ്സന്നദ്ധത അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരട്ടെ. അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു ആവേശം അള്ളാഹു നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും നിറച്ചു തരട്ടെ. അങ്ങനെ ഓരോ സദസ്സിലും വന്നിരുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പരിശുദ്ധിയും ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് മുന്നേറ്റങ്ങളും ഉണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായിക, അള്ളാഹുവിന് ചില പ്രത്യേക മലക്കുകളുണ്ട്. ആ മലക്കുകൾക്ക് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം, ഡ്യൂട്ടി എന്ന് പറയുന്നത് യതീഹൂന ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിക്കലാണ് അവരുടെ ഡ്യൂട്ടി. അവരുടെ ആ ജോലി അവസാനിക്കുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തോ പട്ടണങ്ങളിലോ എവിടെയെങ്കിലും ദീന് പറയുന്ന അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു സദസ്സ് കണ്ടു കഴിഞ്ഞാൽ അവരവരുടെ യാത്ര അലച്ചിൽ നിർത്തിയിട്ട് ആ സദസ്സിൽ വന്നിരിക്കുന്നതാണ്. എന്നിട്ട് ആ സദസ്സിൽ സംസാരിക്കപ്പെടുന്ന സംസാരത്തിനും അവിടെ കേൾവിക്കാരായുള്ള ആളുകൾക്കുമെല്ലാം സാക്ഷിയായിക്കൊണ്ട് ആ മലക്കുകൾ അള്ളാഹുലേക്ക് ഉയർന്നു പോകുമെന്നാണ്. അള്ളാഹു ആ മലക്കുകളോട് ചോദിക്കുമെന്നാണ്, മിൻ ഐന അത്തൈതും, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? അള്ളാഹ്ക്ക് അറിയാത്തോണ്ടല്ല അള്ളാഹു ചോദിക്കാണ്. മലക്കുകൾ പറയാണ്, ഇന്ന പ്രദേശത്ത് അള്ളാഹുവെ നിന്നെ കുറിച്ച്, നിന്റെ മഹത്വത്തെക്കുറിച്ച്, നിന്റെ വലുപ്പത്തെക്കുറിച്ച്, നിന്റെ ഖുദ്റത്തിനെ കുറിച്ച്, നിന്റെ പരലോകത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുന്ന ഒരു സദസ്സിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ വരുന്നത്. അള്ളാഹു ആ മലക്കുകളോട് ചോദിക്കുമെന്നാണ്. അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവർ ഭയപ്പെടുന്നത്? എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? ഈ മലക്കുകൾ മറുപടി പറയുന്നതാണ്, അല്ലാഹുവേ നിന്നെ കുറിച്ചാണ് പറയുന്നത്. അവരാഗ്രഹിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചാണ്, അവർ പേടിക്കുന്നത് നരകത്തെ പറ്റിയാണ്. ഈ സംഭാഷണത്തിന്റെ ഒടുവിൽ അള്ളാഹു ആ മലക്കുകളോട് പറയുമെന്നാണ്, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സ്വർഗത്തെ ആഗ്രഹിച്ചിട്ടും നരകത്തെ ഭയന്നിട്ടും എന്റെ മഗ്ഫിറത്തിനുള്ള ദാഹവുമായിട്ടുമാണ് അവർ ആ സദസ്സിലിരിക്കുന്നതെങ്കിൽ ഇത് മൂന്നും ഞാൻ അവർക്ക് നൽകും. ആ സദസ്സ് പിരിയുന്നതിന്റെ മുന്നേ ഇത് മൂന്നും ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ മനസ്സിൽ വെറുതെ ഒരു വേറെ പണിയൊന്നുമില്ല എന്ന് അവിടെ പോയി ഇരിക്കാം എന്നാണെങ്കിൽ പോലും, എന്നാവില്ല ഇൻഷാ അല്ലാഹ്, എന്നാണെങ്കിൽ പോലും ഈ സമയം നമ്മുടെ നിയ്യത്ത് നാം ഒന്ന് ശക്തിപ്പെടുത്തുക. റബ്ബേ, ഈ ഇരുത്തത്തിലൂടെ നിന്റെ സ്വർഗത്തിലേക്ക് എന്നെ നീ അടുപ്പിക്കണമേ. ഈ ഇരുത്തത്തിലൂടെ നിന്റെ ഭീകരമായ നരകത്തിൽ നിന്ന് നീ എന്നെ അകറ്റണമേ. ഈ ഇരുത്തത്തിലൂടെ ശൈത്യകാലത്ത് മരങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ എന്റെ കർമ്മത്തിന്റെ ഏടുകളിൽ നിന്ന് പാപങ്ങൾ കൊഴിഞ്ഞു പോകാൻ എന്റെ ഈ ഇരുത്തത്തിനെ, എന്റെ ഈ സദസ്സിനെ നീ കാരണമാക്കണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ആവശ്യപ്പെട്ടാൽ, പ്രിയപ്പെട്ടവരെ, ഈ സദസ്സ് അവസാനിക്കുമ്പോഴേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പടച്ച റബ്ബ് ഇടപെടും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ സ്വന്തം ഒരു മാറ്റത്തിന് തയ്യാറാകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കർമ്മപദങ്ങളിലോ ഇടപെടില്ല. ഒരു മാറ്റത്തിനായി തയ്യാറായി നാം നമ്മുടെ മനസ്സും കൽബും റബ്ബിന്റെ മുന്നിൽ തുറന്നു വെച്ചാൽ അള്ളാന്റെ റസൂൽ പറയുന്നു, അള്ളാഹുവിലേക്ക് നിങ്ങളൊരു ചാണെടുത്തു കഴിഞ്ഞാൽ അവൻ നിങ്ങളിലേക്ക് ഒരു മുഴമെടുക്കും. അള്ളാഹുവിലേക്ക് നിങ്ങൾ നടന്നെടുത്തു കഴിഞ്ഞാൽ അവൻ നിങ്ങളിലേക്ക് ഓടിയെടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവർത്തനങ്ങളുടെ കയ്യും കാലും കണ്ണും കാതുമെല്ലാം പിന്നെ പടച്ച റബ്ബിന്റെ താഅത്തിനനുസരിച്ച് തഖ്വക്കനുസരിച്ചായി മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ റബ്ബിന്റെ, നമ്മുടെ രക്ഷിതാവിന്റെ ആ ഖുർബത്ത്, ആ അടുപ്പം നമ്മൾ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ. അവന്റെ സ്നേഹത്തിന് വേണ്ടി, അവന്റെ ഇഷ്ടത്തിന് വേണ്ടി, അവന്റെ തൃപ്തിക്ക് വേണ്ടി നാം ആഗ്രഹിക്കുക. നമ്മുടെ ഈ സദസ്സിന്റെ, ഈ സംസാരത്തിന്റെ, ഈ കേൾവിയുടെ ലക്ഷ്യം അതാകട്ടെ. പരലോകം മറന്ന മുസ്ലിം സമുദായം എന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ
മുസ്ലിം ഉമ്മത്ത് പരലോകം മറക്കാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അത് വർത്തമാനകാല ഉമ്മത്തിന്റെ മാത്രം വിഷയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിലായാലും അതിന്റെ മുൻപ് കടന്നു വന്ന പ്രവാചകന്മാരുടെ ഉമ്മത്തുകളിലായാലുമെല്ലാം പരലോകത്തെ മറന്നുപോകാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് മനുഷ്യർക്ക് ഉള്ളത്. അതിലൊന്നാമത്തെ കാരണം, പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നേ പടക്കപ്പെട്ട നമ്മുടെയെല്ലാം ആജന്മ ശത്രുവായ, നമ്മുടെയെല്ലാം കഠിനമായ ശത്രുവായ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയ നമ്മുടെ ജന്മശത്രു, കഠിന ശത്രു പിശാചാണ്, ശൈത്താനാണ്, ഇബ്ലീസാണ്, ഇബ്ലീസിന്റെ കൂട്ടാളികളാണ്. ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, അവനും അവന്റെ ഗോത്രവും നിങ്ങൾ കാണാത്ത രൂപത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ എത്രയോ തവണ അല്ലാഹു പിശാചിനെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന വസ്വാസുകൾ, പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകളിൽ നിന്ന് പരലോക ചിന്ത ഇല്ലാതെയാക്കുക എന്നതാണ്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള ചിന്ത ഇല്ലാതെയാക്കുക എന്നതാണ്. യുക്തിവാദികളും നിരീശ്വരവാദികളുമെല്ലാം ഏറ്റവും കൂടുതൽ വിശ്വാസ കാര്യങ്ങളിൽ ആക്രമിക്കുന്നത് എന്തിനെയാണ്? പരലോക വിശ്വാസത്തെയാണ്. സ്വർഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ അനുഗ്രഹങ്ങളെ മോക്കയ്യ, അതിനെ കളിയാക്കുക, അതിനെ പരിഹസിക്കാം. എന്നിട്ട് സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്തുകളോട് ഒരുതരം ഇൻഫീരിയറിറ്റി, ഒരുതരം അപകർഷത മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സുകളിൽ ഉണ്ടാക്കുക. നരകത്തെക്കുറിച്ച് വളരെ ഭീതിതമായി പരിശുദ്ധ ഖുർആൻ സംസാരിച്ച വിഷയങ്ങളിലെല്ലാം കളിയാക്കുന്ന രൂപത്തിലുള്ള ട്രോളുകൾ ഉണ്ടാക്കി ആളുകളുടെ മനസ്സിൽ ഈ സ്വർഗവും നരകവുമെല്ലാം എന്തോ ഒരു തമാശയാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ടാക്കുക. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഗൗരവം നഷ്ടപ്പെടുക. അപൂർവമാണെങ്കിൽ പോലും ചില നാടുകളിൽ പോയി കഴിഞ്ഞാൽ പരലോകം വല്ലാതെ പറയേണ്ടതില്ല. പൊതു സമൂഹമാണ് അവിടെ ഉള്ളത്. അവിടെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല എന്ന് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട മതമേലാളന്മാർ പോലും പറയാവുന്ന രൂപത്തിലേക്ക് പരലോകത്തെക്കുറിച്ചുള്ള ഒരു അപകർഷതാബോധം ഉമ്മത്തിന്റെ ഉള്ളിലേക്ക് ഇൻജക്ട് ചെയ്യാൻ ഈ പറയുന്ന പിശാചിനും അവന്റെ കൂട്ടാളികൾക്കും ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം അതിനെയാണ് ആക്രമിക്കുക. കാരണം പരലോക ചിന്ത ഇല്ലാതാവുന്നതോടുകൂടി മനുഷ്യർ സർവതന്ത്ര സ്വതന്ത്ര ആവാൻ. അവന് വ്യഭിചരിക്കാം, ആരോടും കണക്ക് പറയേണ്ട. അവന് ലഹരി ഉപയോഗിക്കാം, ആരോടും കണക്ക് പറയേണ്ട. എന്തും ചെയ്യാം, ആരുടെയും അവകാശങ്ങൾ പിടിച്ചു പറിക്കാം, കള്ളത്തരങ്ങൾ നടത്താം, ചതി നടത്താം, തട്ടിപ്പ് നടത്താം, വെട്ടിപ്പ് നടത്താം, ആരോടും മറുപടി പറയേണ്ട. ഒരു കുഴപ്പമില്ല, തോന്നിയതുപോലെ ജീവിക്കാം, എവിടെയും അക്കൗണ്ടബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിന്റെ മോചനത്തിന്റെ മുദ്രാവാക്യത്തിന്റെ ഒന്നാമത്തെ ഘടകം അത് പരലോക വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് കഴിഞ്ഞാൽ പരലോക വിശ്വാസമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പരലോക വിശ്വാസത്തെ ഉമ്മത്തിന്റെ മനസ്സുകളിൽ നിന്ന് എടുത്തു കളയാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. പൈശാചികമായ ഇടപെടലുകളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. പിശാചിനെ കുറിച്ചും അവന്റെ കൂട്ടാളികളുടെ പ്രവർത്തനത്തെ കുറിച്ചുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ വളരെ വ്യക്തമായി വിവരിച്ചു തരുന്നുണ്ട്. ഏത് രീതിയിലാണ് അവൻ മനുഷ്യ മനസ്സുകളിലേക്ക് ഇടപെടുക, ഏത് രീതിയിലാണ് അവൻ മനുഷ്യ മനസ്സുകളിൽ വിശ്വാസങ്ങൾ ഉണ്ടാക്കുക എന്നെല്ലാം വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പടപ്പിന് ശേഷം അവിടത്തെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോ ഇബ്ലീസ് മാത്രം മാറി നിന്നു. അല്ലാഹു ചോദിക്കുന്നുണ്ട് ഇബ്ലീസിനോട്, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറഞ്ഞു തരാൻ, അല്ലാഹു ഇബ്ലീസിനോട് ചോദിക്കാൻ, ഖാലമാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഇബ്ലീസേ ഞാൻ കൽപ്പിച്ചപ്പോ, ഞാൻ നിന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അത് ധിക്കരിക്കാൻ എന്താണ് കാരണമുണ്ടായത്? എന്തുകൊണ്ടാണ് നീ അതനുസരിക്കാതിരുന്നത്? ഇബ്ലീസ് മറുപടി പറയുകയാണ്, ഖാല അന ഖൈറും മിൻ ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. അല്ലാഹുവേ, ഞാൻ ആദമിനേക്കാൾ നല്ലവനാണ്, ആദമിനേക്കാൾ ഉത്തമനാണ്. കാരണം നീ എന്നെ പടച്ചത് തീയിൽ നിന്നാണ്, അവനെ പടച്ചത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് എന്റെ റബ്ബേ, ആദമിനേക്കാൾ ഉന്നതൻ ഞാനാണ്, ഖൈറായവൻ ഞാനാണെന്ന് ഇബ്ലീസ് മറുപടി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഖാല ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ. ഞാനാണ് നിന്നെ തീ കൊണ്ട് പടച്ചത്, ആദമിനെ കളിമണ്ണ് കൊണ്ട് പടച്ചത് ഞാനാണ്. അതിൽ ഇബ്ലീസെ അഹങ്കരിക്കാൻ എന്താണുള്ളത്? എന്താണ് നിനക്കതിൽ കിബർ നടിക്കാനായി എന്താണുള്ളത്? ഫഹ്ബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ.
നീ അഹങ്കാരം നടിച്ചത് കാരണം, നീ കിബർ നടിച്ചത് കാരണം ഇന്ന് തൊട്ട് നീയതാ ആട്ടപ്പെട്ടവനായി മാറുകയാണ്, നീ ചെറുതാവുകയാണ്, ഒന്നുമല്ലാതാവുകയാണ്, അപ്രസക്തനാവുകയാണ്. ഈ സ്വർഗത്തിൽ നിന്ന് എന്നേക്കുമായി നിനക്ക് ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുകയാണ്. ഇബ്ലീസ് അതാ അല്ലാഹുവിനോട് തിരിച്ചു ചോദിക്കുകയാണ് ഒരൊറ്റ ആവശ്യം. ഇബ്ലീസിന്റെ മനസ്സിൽ നുരഞ്ഞു പൊന്തിയ അഹങ്കാരമാണ് ആ ആവശ്യം ഉന്നയിക്കാൻ അവനെ പ്രേരിപ്പിച്ചത്. ഇബ്ലീസ് റബ്ബിനോട് ചോദിക്കുകയാണ്, ഖാല അൻസിർനീ ഇലാ യൗമി യുബഅസൂൻ. അല്ലാഹുവേ, ഇത്രയും നാൾ നിന്നെ ആരാധിച്ചു നിനക്ക് മുന്നിൽ സുജൂദ് ചെയ്തു, എനിക്കൊരൊറ്റ ആവശ്യം മാത്രമാണുള്ളത്. എന്നെ ഖിയാമത്ത് നാൾ വരെ, ഈ ലോകം അവസാനിക്കുന്നത് വരെ, ഈ പ്രപഞ്ചം അവസാനിക്കുന്നത് വരെ എന്റെ ആയുസ് നീ ഒന്ന് നീട്ടിത്തരണം റബ്ബേ. അല്ലാഹുവിന്റെ മറുപടി, ഖാല ഇന്നക മിനൽ മുൻദരീൻ. തീർച്ചയായും നിനക്കിതാ ഖിയാമത്ത് നാൾ വരെ ഞാൻ ആയുസ് തരികയാണ്, അന്ത്യനാൾ വരെ ഞാൻ ആയുസ് തരികയാണ്. അവിടെ അതാ ഇബ്ലീസ് ഒരു ഉഗ്ര ശപഥം എടുക്കുകയാണ്. എന്താണെന്നറിയുമോ? قال فبما أغويتني لأقعدن لهم صراطك المستقيم. നീ എന്നെ ആട്ടിയത് ഇവർ കാരണമാണ്, എനിക്ക് നിന്റെ മുന്നിലുള്ള സ്ഥാനം നഷ്ടപ്പെട്ടത് ഇവർ കാരണമാണ്. അതുകൊണ്ട് റബ്ബേ, ഞാനിതാ നിന്റെ ഇസ്സത്തിനെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നിന്റെ പ്രതാപത്തെ തൊട്ട് ഞാനിതാ സത്യം ചെയ്യുന്നു, ഞാൻ അവരെ മുഴുവൻ വഴിപിഴവിലാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നിന്റെ നേരായ മാർഗത്തിൽ അവരെ തെറ്റിക്കുവാൻ വേണ്ടി നിന്റെ നേരായ മാർഗത്തിൽ ഞാൻ അവരെ കാത്തിരിക്കുന്നതാണ്. بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. സാധ്യമായ വഴികളിലൂടെയെല്ലാം, ഏതൊക്കെ വഴികളിലൂടെ എനിക്ക് അവരെ സമീപിക്കാൻ സാധിക്കുമോ ആ വഴികളിലൂടെയെല്ലാം അവരിലേക്ക് ഞാൻ എത്തുന്നതാണ്. മുന്നിലൂടെ, പിന്നിലൂടെ, ഇടതുഭാഗത്തുകൂടെ, വലതുഭാഗത്തുകൂടെ. ഒരു മനുഷ്യന്റെ ചാബല്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, ഒരു മനുഷ്യന്റെ ദൗർബല്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവനെ ഞാൻ സമീപിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. വലാ തജിദു അക്സറുഹും ശാകിരീൻ. അവരിൽ മഹാഭൂരിപക്ഷം ആളുകളെയും റബ്ബേ നന്ദി കാണിക്കുന്നവരായി നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് ഇബ്ലീസ് പറയുകയാണ്. അല്ലാഹുവിന്റെ മറുപടി, استطعت منهم بصوتك واجلب عليهم برجلك وخيلك ورجلك وشاركهم في الاموال والاولاد وعدهم وما يعدهم الشيطان الا غرورا. നിന്റെ കാലാൾപ്പടയും നിന്റെ കുതിരപ്പടയും ഉപയോഗിച്ചുകൊണ്ട് അവരിൽ നിനക്ക് സാധ്യമാകുന്ന ആളുകളെ നീ വഴിപിഴപ്പിച്ചുകൊള്ളുക. വിഷയം വഴി കെട്ടുപോയവരെ അല്ലാതെ നിനക്ക് കിട്ടുകയില്ല. അല്ലാഹു ഇബ്ലീസിനോട് പറയുകയാണ്. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിനോട് റബ്ബ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ. നിശ്ചയം എന്റെ അടിമകളുണ്ടല്ലോ, ഈ ആദമിന്റെ സന്തതികളുണ്ടല്ലോ, ഈ സന്തതികളിൽ നിനക്കൊരു അധികാരവുമില്ല. അവരെ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല, അവരെ നിനക്ക് വഴിപിഴപ്പിക്കാൻ കഴിയില്ല. ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ. അതിരി കവിഞ്ഞുകൊണ്ട് നിന്നെ പിൻപറ്റുന്നവരാരാണോ, നിന്റെ വിളികൾക്ക് ഉത്തരം നൽകുന്നവരാരാണോ, നിന്റെ പിന്നാലെ വരുന്നവരാരാണോ, അവരെ മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ എന്ന് അല്ലാഹു അതാ ഇബ്ലീസിനോട് പറയുകയാണ്. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹും ശൈത്താനു ഇല്ലാ ഗുറൂറാ. ഞാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ്, ഞാൻ അവർക്ക് ദുർമോഹങ്ങൾ കൊടുക്കുന്നതാണ്, വ്യാമോഹങ്ങൾ കൊടുക്കുന്നതാണ്. ഇബ്ലീസിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ്, വമാ യഇദുഹും ശൈത്താനു ഇല്ലാ ഗുറൂറാ. പിശാച് ചതിയിലേക്കല്ലാതെ പ്രേരണ നൽകുകയില്ല, പിശാച് ചതിയിലേക്കല്ലാതെ ദുർബോധനം നടത്തുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇബ്ലീസും പടച്ചറപ്പും തമ്മിലുള്ള ഈ സംഭാഷണം കഴിഞ്ഞ് അല്ലാഹു അതാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് തിരിയുകയാണ്. എന്നിട്ട് ആദം നബിയോട് പറയുകയാണ്, ആദം, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ വാസം തുടങ്ങിക്കൊള്ളുക, സ്വർഗത്തിൽ താമസിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം സഞ്ചരിച്ചുകൊള്ളുക, ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചുകൊള്ളുക. ഈ ഒരു മരത്തിന്റെ അടുത്തേക്ക് മാത്രം നിങ്ങൾ എടുക്കരുത്. സ്വർഗത്തിൽ ഒരു മരമുണ്ടായിരുന്നു, അല്ലാഹു കനി വിലക്കിയ ആ മരത്തിന്റെ അടുത്തേക്ക് പോകരുതെന്ന് പടച്ചറവ് വിലക്കിയ ആ മരം. പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തിലേക്ക് ഇബ്ലീസ് ആദ്യമായി കടന്നു വരുന്നത് ഈ മരത്തിലൂടെയാണ്. സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറയുന്നു, ഫവസ്വസ ലഹുമാ ശൈത്താൻ ലിയുബ്ദിയ ലഹുമാ മാ ബൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ
وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا مع الخالدين. ഇബ്ലീസ് അതാ ഹവ്വാ ബീവിയുടെ അടുത്തേക്ക്, ആദം നബിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഇബ്ലീസ് അവരോട് പറയുകയാണ്, വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ഷജറ, ഈ മരത്തിൽ നിന്ന് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ തടഞ്ഞത് എന്തിനാണെന്നറിയുമോ? ഇതിലെ കായ്ക്കനി ഭക്ഷിക്കാൻ പാടില്ലെന്ന് നിങ്ങളോട് പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഇല്ലാ അൻ തകൂനാ മലകൈൻ, നിങ്ങൾ മാലാഖമാരായി മാറാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഔ തകൂനാ മിനൽ ഖാലിദീൻ, നിങ്ങൾ ഒരിക്കലും മരിക്കാത്ത അനശ്വര സൃഷ്ടികളായി മാറാതിരിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളോടുള്ള വിരോധം കാരണമാണ്, നിങ്ങളോടുള്ള ദേഷ്യം കാരണമാണ് അല്ലാഹു ഈ മരത്തെ തൊട്ട് നിങ്ങളെ തടഞ്ഞത് എന്ന് ഇബ്ലീസ് അതാ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഈ ചരിത്രം പറയുമ്പോ കേവലം ഒരു കഥ മാത്രമല്ല പറയുന്നത്. ഇന്നും 2026 മനുഷ്യൻ ഇത്രയേറെ സാങ്കേതികതകൾ നേടിയെടുത്ത ഈ കാലഘട്ടത്തിലും പിശാച് ഉപയോഗിക്കുന്നത് ഇതേ ടാക്ടിക് തന്നെയാണ്, ഇതേ വഴി തന്നെയാണ് ശൈത്താൻ ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു വിലക്കിയതിലാണ് നിങ്ങൾക്ക് നന്മയുള്ളത് എന്നവൻ മനുഷ്യകുലത്തെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ നിഹായത്തുകളിലാണ്, അള്ളാഹുവിന്റെ വിലക്കുകളിലാണ്, അള്ളാഹുവിന്റെ വിരോധങ്ങളിലാണ് മനുഷ്യന്റെ നന്മയുള്ളത് എന്ന് അവനതാ മനുഷ്യരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വർഗാനുരാഗത്തിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യമുണ്ട് എന്ന ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് സ്വതന്ത്ര ലൈംഗികതയിൽ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടെന്ന ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അർദ്ധനഗ്നരായി നടക്കുന്ന സ്ത്രീകളാണ് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങൾ എന്ന ആളുകൾ വിശ്വസിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മറയുമില്ലാത്ത, ഒരു തരത്തിലുള്ള പരിധികളുമില്ലാത്ത ആൺപെൺ കൂടിച്ചേരലുകളിലാണ് നന്മയുള്ളത് എന്ന്, അതിലാണ് മനുഷ്യന്റെ സൗന്ദര്യവും സ്വാതന്ത്ര്യവും ഉള്ളത് എന്ന് മനുഷ്യകുലം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്ലീസിന്റെ ഈ ഇടപെടൽ കാരണമാണ്. അന്നും ഇബ്ലീസ് അത് തന്നെയാണ് പറഞ്ഞത്. ഈ മരത്തെ അല്ലാഹു നിങ്ങൾക്ക് വിലക്കിയത് എന്തിനാണെന്നറിയുമോ? നിങ്ങൾ മലക്കുകളാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് അനശ്വരത കൈവരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരെ പാരതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങളായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ ശരീരം മാന്യമായ രീതിയിൽ മറച്ചു നടക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് പാരതന്ത്ര്യത്തിന്റെ കൂട്ടിലടക്കപ്പെട്ട തത്തമ്മയുടെ പ്രതീകമായി ലോകത്തിന്റെ വലിയ ബുദ്ധിജീവികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം തൊട്ട് എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യരെ എങ്ങനെയാണോ പിശാച് പറ്റിച്ചത്, അതേ ടാക്ടിക് തന്നെയാണ് ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇബ്ലീസ് അതാ പറയുകയാണ്, വഖാസമഹുമാ,
ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, തുടങ്ങുന്നതിന് മുന്നേ നമ്മളെ ഈ വരുന്ന 24-25 ദിവസങ്ങളിലായി ജാമ്യയിലൊരു ദാവാ സമ്മേളനം നടക്കുകയാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ ചേർന്ന് നടത്തുന്ന ദാവാ സമ്മേളനമാണ്. നമുക്കറിയാം, കേരളക്കരയിലെ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ജാമിഅ നബവി എന്ന സ്ഥാപനം നൽകിയ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 24-25 തീയതികളിൽ നടക്കുന്ന ദാവാ സമ്മേളനം, അതിൻ്റെ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ നിങ്ങളിലേക്ക് ഇറങ്ങും. അപ്പം വളരെ നന്നായി നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവരെ സഹായിക്കുക, സംഭാവന കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യകുലത്തെ പറ്റിക്കാൻ വേണ്ടി പിശാച് ഉപയോഗിക്കുന്ന വഴി സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണ്. അന്ന് ആദം നബിയോടും ഹവ്വാ ബീവിയോടും നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും അവർ പറഞ്ഞ അതേ വർത്തമാനമാണ് ഇന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കൂടെയുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ അനശ്വരരാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മരത്തെ തൊട്ട് നിങ്ങൾ തടഞ്ഞത്, നിങ്ങൾ മലക്കുകളാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മരത്തെ തൊട്ട് നിങ്ങൾ തടഞ്ഞത് എന്ന് അവരോട് പറഞ്ഞു. ഇന്ന് ആ മരത്തിന് പകരം മറ്റു പല വിലക്കപ്പെട്ട സംഗതികളിലേക്കും ലഹരി ഉപയോഗിച്ചാലേ ജീവിതത്തിൽ ആസ്വാദനം ശരിക്കും കിട്ടുള്ളൂ എന്ന് യുവാക്കളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പിശാച്. അതുപോലെ തന്നെ LGBTQ ആക്ടിവിറ്റി, അതൊക്കെ നടത്തിയാലേ നമ്മളെന്തോ പുരോഗമനത്തിന്റെയും നമ്മളെന്തോ വലിയ സ്വാതന്ത്ര്യത്തിന്റെ ആളുകളാവുള്ളൂ, നമ്മൾ ആധുനികരാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കാൻ. മാത്രമല്ല, ഇത് പറഞ്ഞു കഴിഞ്ഞ് പിശാച് അവരോട് പറയുന്നൊരു വർത്താനുണ്ട്. സുബ്ഹാനല്ലാഹ്, ശൈത്താന്റെ സംസാരം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയാൻ, വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. ആ പിശാച് അവരോട് സത്യം ചെയ്യുകയാണ്. എന്താണ് സത്യം ചെയ്ത് പറയുന്നത്? ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നന്മയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ വിമോചനമാണ്, ഞാൻ അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. കൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഫദല്ലാഹുമാ ബിഗറൂർ. അങ്ങനെ ആ പിശാചിന്റെ ചതിയിൽ, ശൈത്താന്റെ വഞ്ചനയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും പെട്ടുപോകുകയാണ്, വീണുപോകുകയാണ്. അങ്ങനെ അവരതാ ഫലമ്മാ ദാഖ അശ്ശജറത ബദത് ലഹുമാ സൗആതുഹുമാ وطفقا يخصفان عليهما من ورق الجنة وناداهما ربهما عن تلكما الشجرة وأقل لكما إن الشيطان ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين. അവരാ ഭക്ഷണം ആ മരത്തിലെ കൈക്കനി ഭുജിച്ചപ്പോ അവരുടെ നഗ്നതയതാ വെളിവാകുകയാണ്. അവരതാ സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് ആ നഗ്നത മറച്ചു വെക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു ചോദിക്കുകയാണ്, ഈ മരത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വിരോധിച്ചതല്ലേ, ഇതിൽ നിന്ന് ഞാൻ നിങ്ങളെ തടഞ്ഞതല്ലേ? ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തിട്ടില്ലേ, പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട്